Hi friends, I am Ajikumar, the English trainer from English Academy, Pathanamthitta. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷ് അക്കാഡമി എന്ന ചാനലിൽ SSLC സ്റ്റുഡൻസിന്, പ്രത്യേകിച്ചും സ്കൂൾ സ്റ്റുഡൻസിന് സഹായകരമാകുന്ന രീതിയിൽ വീഡിയോസ് കൂടി തരും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. അതോടൊപ്പം ടെക്സ്റ്റിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ തരികയും ചെയ്യുന്നു. ടെക്സ്റ്റിൽ ആവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടും അതിനകത്ത് ഗ്രാമർ പോർഷൻസ് നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കുന്ന എക്സാം ട്രിക്കുകൾ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ സ്യൂട്ടബിളി. ഒരു കോൺവെർസേഷൻ്റെ ഒരു പോർഷൻ തരും, ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കടന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പെലയോ ആൻഡ് ദ എലിസെൻ്റ്. അപ്പം വൈഫ് എലിസെൻ്റെയും പെലയോയും തമ്മിലൊരു കോൺവെർസേഷൻ തന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത്, SSLCയുടെ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഫില്ല് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളായിരിക്കും. ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളായിരിക്കും. വീണ്ടും ചിലപ്പം ഈഫ് ക്ലോസ് വരും, വിഷ് വരും, ലെറ്റ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ വരും. മെയിൻലി 2 തിങ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ രൂപീകരിക്കുന്ന വിധം. അപ്പോൾ ആൻസർ താഴെ തരും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എഴുതണം. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം ചുരുങ്ങിയ ചോദ്യരൂപം. ദീസ് 2 പോർഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ലെറ്റ്സ് ഗോ. അപ്പം എലിസെൻ്റ എന്ന് പറയുന്ന ആൾ ആ കോൺവെർസേഷനകത്ത് ആദ്യം സംസാരിക്കുന്നു. ദ സ്പൈഡർ വുമൻസ് ഷോ ഈസ് അട്രാക്റ്റിംഗ് ഹ്യൂജ് ക്രൗഡ്സ് എന്നിട്ട് ഡാഷ് ഇട്ടിരിക്കുന്നു. അവർക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. The spider woman's show is attracting huge crowds. ഡാഷ് ഇട്ടിട്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ നേരെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക. ആദ്യം അത് പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ ഇപ്പോൾ ഈസ് ആണ് ഓക്സിലറി വരുന്നത്. ഈസ് ഇൻഡ് ഷീ. ദ സ്പൈഡർ വുമൻസ് ഷോ ഈസ് അട്രാക്റ്റിംഗ് ഹ്യൂജ് ക്രൗഡ്സ് എന്നുള്ളതിൻ്റെ അവിടെ നമ്മൾ ബാക്കി ഫില്ല് ചെയ്യാനുള്ള പോർഷൻ ഈസ് ഇൻഡ് ഷീ. ഈസ് ഇൻഡ് ഷീ എന്ന് എഴുതുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. ഇനി ഈസ് ഇൻഡ് ഷീ എന്നെങ്ങനെ വന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന പോർഷൻ ഞാൻ പ്രത്യേകം പറയാം. അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറയാം. അതിന് റെസ്പോൺസ് ആയിട്ട് പെലയോ പറയുന്നത്, യെസ് ദ അഡ്മിഷൻ ടു സീ ഹെർ ഈസ് ലെസ് ദാൻ ഓവേഴ്സ്. അപ്പം അത് ആ കോൺവെർസേഷൻ്റെ അടുത്ത പോർഷൻ എലിസെൻ്റ എന്ത് പറയുന്നു നമ്മളവിടെ ഫില്ല് ചെയ്യണം, ടോട്ടലി ഫില്ല് ചെയ്യണം. അത് ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴെയുള്ള ആൻസർ വായിച്ചു നോക്കുക. അപ്പോൾ പെലയോ അതിന് ആൻസർ പറയുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് മുകളിൽ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദേ ക്യാൻ ആസ്ക് ഹെർ ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹെർ സ്റ്റോറി. പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദേ ക്യാൻ ആസ്ക് ഹെർ ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹെർ സ്റ്റോറി. ഈ ആൻസർ ചെയ്ത് മുകളിൽ ക്വസ്റ്റ്യൻ എഴുതണം. പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് എന്നാണ് പറഞ്ഞത്. അതിന് കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കാരണം പറഞ്ഞിരിക്കുന്നത് വൈയിൽ തുടങ്ങണം. വൈ ഇനി അതിൻ്റെ ടെൻസ് മാറുക. പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പം അത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. പീപ്പിൾ ഫൈൻഡ് ആണ് അവിടെ. ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ്. വൈ ഡു പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ്? ആൻസർ ഒന്നുകൂടെ വായിക്കാം. ആൻസർ എന്നല്ല, പെലയുടെ റെസ്പോൺസ് ഒന്നുകൂടെ വായിക്കാം. പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് they can ask her questions. Why do people find her more interesting? അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അപ്പോൾ മെയിൻലി ഈ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. തുടർന്ന് അങ്ങോട്ട് ഈഫ് ക്ലോസ് വരുന്നുണ്ട്, ലെറ്റ് വരുന്നുണ്ട്, ഹാഡ് ബെറ്റർ ഒക്കെ വരുന്നുണ്ട്. വിൽ ഡിസ്കസ് ലേറ്റർ. ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ സ്യൂട്ടബിളി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് SSLCക്ക് 2 കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അത് ക്വസ്റ്റ്യൻ ടാഗും ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചും ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നതാണ്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഞങ്ങളിത് വിശദമായി ഇനിയും സ്കൂൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആൻഡ് ദസ് യൂസിങ് ദീസ് ഫാക്ടേഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഓൾസോ വിൽ ഗെറ്റ് എ ഗുഡ് സപ്പോർട്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. റൈറ്റ്.